അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇസ്ലാമിൻ്റെ ഒരു വർഷത്തിൻ്റെ അവസാനവും ഒരു വർഷത്തിൻ്റെ തുടക്കവും അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ കൊണ്ടാണ് എന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മാസങ്ങൾക്ക് സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ, പടച്ചവൻ മാസങ്ങളെ നിശ്ചയിച്ചത് ഒരു വർഷത്തിൽ 12 മാസങ്ങൾ എന്നുള്ള നിലക്കാണ് അള്ളാഹു സമയത്തെ അല്ലെങ്കിൽ ദിവസങ്ങളെ, മാസങ്ങളെ ക്രമീകരിച്ചത്, സൃഷ്ടിച്ചത്. ആ 12 മാസങ്ങളിൽ എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾക്ക് അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട്, പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത കൽപ്പിച്ചതുപോലെ ചില വ്യക്തികൾക്ക് അഥവാ മനുഷ്യരുടെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാർക്ക്, അമ്പിയാക്കന്മാരിൽ മുർസലീങ്ങൾക്ക്, മുർസലീങ്ങളിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർക്ക്, അതിൽ തന്നെ ഖലീലുമാരായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമുള്ള പ്രത്യേകത പോലെ ഇങ്ങനെ അള്ളാഹു അവൻ സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അങ്ങനെ തിരഞ്ഞെടുത്ത പ്രത്യേകത കൽപ്പിച്ച ദിവസങ്ങളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ അതിൻ്റെ ആദരവ് അംഗീകരിച്ചുകൊണ്ട് അതിനെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതും ആ സമയങ്ങളിലൊക്കെ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട നന്മകൾ ചെയ്ത് അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതും വിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ള കടമകളും കർത്തവ്യങ്ങളുമാണ്. ഇവിടെ പ്രത്യേകം അള്ളാഹു പറഞ്ഞത് 4 മാസത്തിൻ്റെ പ്രത്യേകത നമ്മൾ മിക്കവാറും മറന്നു പോകാറുള്ള ഒരു സംഗതിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള സലഫുകളായ ഇമാമിയങ്ങൾ ഉണർത്തിയത് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം മനസ്സ് വെക്കേണ്ട കാര്യം ഇന്നല്ലുൽമ ഫിൽ അഷ്ഹുരിൽ ഹുറും, ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അന്യായങ്ങൾ, അക്രമങ്ങൾ, അഅളമു ഖതീഅതൻ വവിസറ, ഗുരുതരമായ തെറ്റുകളും പാപങ്ങളുമാണ്, മിനല്ലുൽമി ഫീമാ സിവാഹ, മറ്റ് ദിവസങ്ങളിലും മാസങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ ഒരു ദിവസത്തിലും ഒരു മാസത്തിലും തിന്മകളും തെറ്റുകളും നമുക്ക് ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ മറ്റ് മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ വലിയ പാപഭാരമായി, ഗുരുതര പാതകമായി ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളിലൂടെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. വഇൻ കാനല്ലുൽമു അലാ കുല്ലി ഹാലിൻ അളീമ, അക്രമം എന്നത് ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഗുരുതരമാണ്, പാടില്ലാത്തതാണ് എങ്കിൽ കൂടി വലാകിന്നല്ലാഹ യുഅല്ലിമു മിൻ അംരിഹി മാ യശാ, അള്ളാഹു അവൻ്റെ തീരുമാനങ്ങളിൽ, കൽപ്പനകളിൽ അവൻ ഉദ്ദേശിക്കുന്നതിന് ചിലതിനേക്കാൾ വലിപ്പം കൽപ്പിക്കുകയും ഗൗരവം നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ഈ ദിവസങ്ങളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കൂടുതൽ നന്മകൾ അധികരിപ്പിക്കാൻ, തിന്മകളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ ഈ ദിവസങ്ങളിൽ ഹിജറയുടെ വലിയൊരു പാഠമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സത്യവിശ്വാസികളെയും ഫിർഔനിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, ഭീകരതയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേല്യരും മറുകര കടന്ന് രക്ഷപ്പെട്ട പാലായനത്തിൻ്റെ, അതേപോലെ വിജയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു അവസരം കൂടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഹിജറയുടെ ചരിത്രം അത് നമുക്ക് വലിയ പാഠവും അതേപോലെ തന്നെ സന്ദേശവും നൽകുന്നുണ്ട്. ആ ഹിജറയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തിയതുപോലെ അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടകന്നു നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. ആശയതലത്തിലുള്ള നിത്യപ്രസക്തമായ ഹിജറ അത് ഈ മാസത്തിൻ്റെ പവിത്രമായ ദിവസങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുവാൻ ശ്രമിക്കണം. പരമാവധി തിന്മകളിൽ നിന്ന് അകന്ന് നന്മകൾ അധികരിപ്പിക്കാൻ, വിശേഷിച്ച് സുന്നത്ത് നോമ്പുകൾ, മുഹറം മാസത്തിലെ 9-10 ദിവസങ്ങളിലെ നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച പുണ്യമുള്ള നോമ്പാണ്. അതുപോലെയുള്ള മറ്റ് സൽക്കർമ്മങ്ങളും നമ്മൾ
അധികരിപ്പിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.